പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെയാണെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഓരോ ദിനവും നിങ്ങളുടെ അരികിൽ ദൈവവചനവുമായി എത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മഹാകരുണയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എന്നെയും ദൈവം ബലപ്പെടുത്തുവാനിടയായി. നിങ്ങൾ അറിയിച്ച സ്തോത്രം ഹാലേലൂയ വാട്സപ്പിൽ കൂടെയും അല്ലാതെയും അറിയിച്ച ഓരോ പ്രാർത്ഥനകളും ഞങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു വരുന്നു. അനവധി പ്രാർത്ഥനയുടെ മറുപടികളെ ഈ നാളുകളിൽ കാണുവാൻ ദൈവം സഹായിച്ചു. ദൈവം സ്തോത്രം അത്ഭുതവാനാണ്, അതിശയവാനാണ്. ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഈ ഹല്ലേലൂയ ഈ മാസത്തിൻ്റെ സ്തോത്രം 6-ാം മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിൽ സർവശക്തൻ നമ്മെ കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ കൺമണി പോലെ സർവശക്തൻ നമ്മെ പരിപാലിക്കുവാനിടയായി. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച നല്ല നാഥനെ ഒരു ദിനം കൂടെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ദിവസത്തിലായിരിക്കാം. 140-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു. വാർത്താ മാധ്യമങ്ങളിൽ ദിനംതോറും പ്രത്യക്ഷപ്പെടുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവിധ തരത്തിലുള്ള പീഡനങ്ങളുടെ കഥകളും അവയുടെ ചിത്രങ്ങളുമാണ്. കുഞ്ഞുങ്ങൾ വിവിധ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. സ്തോത്രം ഹാലേലൂയ. 1.5 വയസ്സ്, 1 വയസ്സ്, 6 മാസം, അങ്ങനെ എന്തിനേറെ സ്തോത്രം പെറ്റ അമ്മ പോലും നൊന്ത് പ്രസവിച്ച അമ്മ പോലും മനസ്സലിവില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന സ്തോത്രം ഹാലേലൂയ പീഡിപ്പിക്കുന്ന അപ്പനും അമ്മയും നിറയുന്ന ഈ ലോകത്തിൽ സ്തോത്രം ഹാലേലൂയ തിരുവചനം പറയുന്നു യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു. തൻ്റെ ഭക്തൻ അറിയുന്നു. സ്തോത്രം. പീഡിപ്പിക്കപ്പെടുന്നു. യുവാക്കൾ ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നു. ദരിദ്രന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നു. വൃദ്ധ ദമ്പതിമാരെ ക്രൂരമായി മക്കൾ പീഡിപ്പിക്കുന്നു. മുതലാളി തൊഴിലാളിയെ പീഡിപ്പിക്കുന്നു എന്ന് വേണ്ട, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉള്ളവരും ഭാഷാവർഗ വ്യത്യാസമില്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു. വാർത്തകൾ വായിച്ച് നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്നു. ശാരീരിക പീഡനങ്ങൾ കൂടാതെ മാനസിക പീഡനങ്ങളാലും ജനങ്ങൾ പൊറുതിമുട്ടുന്നു. എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയാലും പീഡന പരമ്പര കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. വിവിധ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പീഡ അനുഭവിക്കുന്നവരാണ്. വിവിധ തരം രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങൾ, ആഹാരത്തിന് വകയില്ല, വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്നവർ എന്നിവരുടെ എണ്ണവും കുറവല്ല. കടഭാരത്താൽ സ്തോത്രം ഹല്ലേലൂയ ഭാരപ്പെടുന്നവർ പോലും സ്തോത്രം ഉറങ്ങുവാൻ കഴിയാത്തവർ, മക്കളുടെ വഴിവിട്ട ജീവിതം നിമിത്തം നീറി കഴിയുന്ന മാതാപിതാക്കൾ, മക്കളാൽ
അവൻ തിരസ്കരിക്കപ്പെട്ട വൃദ്ധ ദമ്പതിമാർ, എന്തിനേറെ അവൻ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ഓരോ ദിവസം അനാഥരായി കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി വിവരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളാൽ പീഡ അനുഭവിക്കുന്ന അവൻ ശതകോടികളുടെ കണക്കുകൾ നമുക്ക് ദിനവും പറയേണ്ടി വരും. ആമേൻ നിരത്തി വയ്ക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള പീഡകളുടെ നടുവിൽ മനുഷ്യർ ആമേൻ ആശ്രയിക്കുന്നത് ഈശ്വരന്മാരെയും അവരുടെ ആമേൻ ശുശ്രൂഷകന്മാരെയുമാണ്. എന്നാൽ അവിടെയും അവർ ചതിക്കപ്പെടുന്നു. മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന വ്യാജ ദൈവങ്ങൾ, മനുഷ്യ ദൈവങ്ങൾ, മന്ത്രവാദികൾ, പൂജാരികൾ, പുരോഹിതന്മാർ എന്നിവരാലും ജനങ്ങളുടെ പീഡകൾ വർദ്ധിക്കുന്നു ദിനവും. പാപം നിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ അടുക്കൽ വന്നല്ലാതെ സമാധാനമുണ്ടാകുകയില്ല. ആമേൻ സ്തോത്രം. ഏദനിൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്ന അന്ന് മുതൽ മനുഷ്യന് ഭയവും ദ്രോഹവും നിരാശയും എല്ലാവിധമായ ഈ ഭൂമിയിലുള്ള പീഡകൾ അവർ അനുഭവിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായും നമുക്ക് സമാധാനം ഉണ്ടാവുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരികയും ചെയ്യും. ദരിദ്രന്മാരെ ലോകം അവഗണിക്കുകയും അവർ പിന്നെയും അധികം ദരിദ്രരായി തീരത്തക്ക നിലയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായം കേൾക്കുവാനോ അവരെ ഉയർത്തിക്കൊണ്ടു വരുവാനോ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തോട് അടുത്തു ചെല്ലുന്ന ദരിദ്രനെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എത്രയോ സുവിശേഷ വേലക്കാർ കടഭാരത്താൽ ഭാരപ്പെടുന്നു. ആമേൻ. സാമ്പത്തിക ഞെരുക്കങ്ങളാൽ ഭാരപ്പെടുന്നു. മക്കളെ നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുവാൻ കഴിയാതെ, നല്ല ഭവനം ഇല്ലാതെ, ഒരു നല്ല വാഹനമില്ലാതെ, അങ്ങനെ ഏതൊക്കെ നിലകളിൽ ഭാരപ്പെടുന്നു. എന്നാൽ ആമേൻ സ്തോത്രം, ആ ദരിദ്രരെ ഒന്ന് സഹായിക്കാൻ, ആമേൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ ഒന്ന് കൈത്താങ്ങുവാൻ മനസ്സില്ലാതെ എത്രയോ സമ്പന്നന്മാർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദരിദ്രനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം ആമേൻ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അവൻ താണവനെ ഉയർത്തുന്നു, ദുഃഖിച്ചു കരയുന്നവനെ അവൻ കരകയറ്റുന്നു. മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ഫറവോൻ വളരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അത് അധികകാലം തുടരുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവരുടെ നിലവിളി കേൾക്കുകയും അവരുടെ പീഡകളിൽ നിന്നും അവൻ വിടുവിക്കുകയും ചെയ്തു. ആമേൻ. നമ്മെ ഒരു നാളും കൈവിടുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്റെ വിധവയെയും മക്കളെയും അടിമയാക്കുവാൻ കടക്കാർ വന്നപ്പോൾ ദൈവം അവരെ പീഡകരുടെ കയ്യിൽ വിടുവിക്കാതെ അവരെ സംരക്ഷിക്കുകയും ചെയ്തുവല്ലോ. ആകയാൽ പ്രിയ ദൈവവൈദ്യരെ, അവൻ ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ഈ പ്രഭാതം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഈ ദരിദ്രനെ കൈത്താങ്ങിയിട്ട് എന്താണ് നമുക്ക് പ്രയോജനം? ഈ ഗതിയില്ലാത്ത പാസ് സഹായിച്ചിട്ടാണ് നമുക്കെന്ത് കിട്ടാനാ എന്നൊക്കെ ചിലപ്പോൾ ഈ പ്രഭാതം ഈ വചനം കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പ്രിയ ദൈവവൈദ്യരെ, ആമേൻ തൻ്റെ ജനമായ ഇസ്രായേലിനെ നശിപ്പിക്കുവാനും പ്രവാചകനായ ഏലിശയെ തകർത്തു കളയുവാനും വേണ്ടി ആമേൻ ശത്രുഗണം പ്രവാചകന്റെ ഭവനം വളഞ്ഞപ്പോൾ ഉണ്ടായ ദൈവിക കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. ആമേൻ. അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മെ തൻ്റെ കൂടാരത്തിൽ മറയ്ക്കുവാനിടയാകും. നമ്മുടെ കട്ടതയിൽ നാം താണു പോകാതെ തൻ്റെ മറവിൽ നമ്മെ മറയ്ക്കുവാനിടയാകും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ നമ്മെ പീഡിപ്പിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. ദൈവവേദിരെ, നമുക്ക് ദൈവത്തിൽ ഈ പ്രഭാതം ആശ്രയിക്കാം. നമ്മുടെ കട്ടതയുടെ നടുവിൽ, നമ്മുടെ കണ്ണുനീരിൻ്റെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ നിരാശയുടെ നടുവിൽ, നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളുടെ നടുവിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പാടിയത്, യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തും എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പ്രഭാതം സ്തോത്രം ഇയ്യോബിനെ പോലെ നമുക്കും പറയുവാനിടയാകട്ടെ. യഹോവേ, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം
ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആമേൻ സ്തോത്രം. ഹാലിൽ ഇയ്യോബ് അറിയുന്നത് പോലെ തൻ്റെ ഭക്തനും ആമേൻ സ്തോത്രം അറിയുവാനിടയാകുന്നു. നമുക്കും ആമേൻ ഇന്ന് ആമേൻ പകൽക്കാലം, ഈ പ്രഭാതം, ഈ വിശുദ്ധ ദിവസം, ഈ 6-ാം മാസത്തിൻ്റെ 7-ാമത്തെ പ്രഭാതത്തിൽ നമുക്കും അറിയുവാനിടയാകട്ടെ. പീഡിതൻ്റെ വ്യവഹാരം നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് അറിയുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ജാതികൾ കണ്ട് ഭയപ്പെടുന്ന നിലകളിൽ ദൈവം നമ്മെ മാനിപ്പാനിടയാകും. ആകയാൽ ഇന്ന് പ്രഭാതം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പ്രവേശിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. സാമ്പത്തികമായി ഞരങ്ങുന്നവർ കർത്താവേ, മാനസികമായി ഞരങ്ങുന്നവർ, രോഗബലഹീനതയിൽ ആയിരിക്കുന്നവർ, ആമേൻ, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവർ, ശാരീരികമായ ക്ഷീണങ്ങളിൽ, ഏകാന്തതയുടെ ബലഹീനതകളിൽ കർത്താവ് എത്രയെത്ര പ്രിയപ്പെട്ട പലതരത്തിലുള്ള പീഡകൾ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു വിശാലതകൾക്ക് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി കർത്താവെ, ഒരു വിടുതലിന് വേണ്ടി, ദൈവിക സ്വത്രം കർത്താവ്, ഒരു കരുതലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ദാസിദാസന്മാരെ ഈ പ്രഭാതം ദൈവകൃപയാ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യൗവനക്കാരെ ആദരിക്കണം, കുഞ്ഞുമക്കളെ ആദരിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ കരുതേണമേ കർത്താവ്. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും. അകത്വം പങ്കെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.